എല്ലാവർക്കും ആൻജിയോൺ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന പ്രദീപ്. ഇന്ന് നമ്മൾ നമ്മുടെ കേരള PSCയുടെ സിലബസിൽ ഉള്ള ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. സോ നമ്മൾ 1 by 1 നമ്മുടെ ക്ലാസ്സുകളിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ അല്ലെ, നമുക്ക് 4 ഭാഗങ്ങളുണ്ട്. ഇതിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുന്നേ എന്താണ് PSC നമുക്ക് ഇതിൽ തന്നിട്ടുള്ള സിലബസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് 9 സബ് ടോപ്പിക്സുകളാണ്. അതിൽ ആദ്യത്തെ സബ് ടോപ്പിക് ആണ് എന്ത്, ലിറ്റററി മൂവ്മെന്റ്സ് ഇൻ മലയാളം, ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് വർക്ക്സ് ആൻഡ് ദെയർ ഓതേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലിറ്റററി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹിത്യ ശാഖകളല്ലേ മലയാളത്തിലുള്ള ഡിഫറെന്റ് ലിറ്റററി മൂവ്മെന്റ്സ്. അത് പാഠ്യപ്രസ്ഥാനമുണ്ട്, മണിപ്രവാള പ്രസ്ഥാനം, അങ്ങനെ ഒരുപാട് ലിറ്റററി മൂവ്മെന്റ്സ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും അതിലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് വർക്കുകളും അതിന്റെ ഓതേഴ്സുമാണ് നമ്മുടെ ഫസ്റ്റ് സിലബസിലെ സബ് ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ഓതേഴ്സ്, പെൻ നെയിംസ് ആൻഡ് നിക് നെയിംസ് അല്ലെ. ഇപ്പൊ ശരിക്കും ഇപ്പൊ ലെറ്റ്സ് സേ നിങ്ങളൊരു ഓതർ ആണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ നെയിം യൂസ് ചെയ്തിട്ടായിരിക്കില്ല നിങ്ങളൊരു ബുക്ക് ചിലപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. വേറെ ഏതെങ്കിലും നെയിമിലായിരിക്കും നിങ്ങൾ എഴുത്ത് മേഖലയിൽ അറിയപ്പെടുന്നുണ്ടാവുക, അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ അറിയപ്പെടുന്നുണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാക്കനാടൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല. ഓക്കെ, സോ അത്തരത്തില് നമ്മുടെ റിയൽ നെയിം വേറെ ആയിരിക്കും, നമ്മൾ കഥ എഴുതാൻ അല്ലെങ്കിൽ സാഹിത്യത്തിൽ യൂസ് ചെയ്യുന്ന പേര് വേറെ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മളിവിടെ സെക്കൻഡ് സബ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ എന്താണ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. സോ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള കുറച്ചധികം ബുക്സുകളും അതിന്റെ രചയിതാക്കളുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ എന്താ പറയുന്നത്, ക്യാരക്ടേഴ്സ് ആൻഡ് ബുക്സ് അല്ലെ. ഇപ്പൊ കുറെ അധികം ബുക്സുകൾ, അപ്പൊ നിങ്ങൾ പല ബുക്സുകളും വായിച്ചിട്ടുണ്ടാവും മലയാളത്തിൽ. അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ, നിങ്ങളിപ്പോ വായിച്ചിട്ടുള്ള ഏതെങ്കിലും മലയാളം നോവലിലോ അല്ലെങ്കിൽ കഥയിലോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു നോവൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇതില് രവി എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും, ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന എന്താണ് ഒരു ക്യാരക്ടേഴ്സ് ആണ് ഈ രവിയും അല്ലെങ്കിൽ അപ്പുക്കിളിയൊക്കെ. സോ നിങ്ങൾ ഇതുപോലെ വായിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യണേ. ഓക്കെ, ഫൈൻ. അപ്പൊ അതാണ് ഇവിടെ വരിക. ദെൻ എന്താണ്, ഇമ്പോർട്ടന്റ് ലിറിക്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് അല്ലെ. ഇപ്പം കുറച്ച് ലിറിക്സുകൾ, പ്രധാനപ്പെട്ട വരികൾ, ആ വരികൾ അത് ഏത് ബുക്കിലാണ്, ആ ബുക്ക് എഴുതിയത് ആരാണ്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ കുറച്ച് വരികൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലതൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ലിറ്റററി അവാർഡ്സ്, ഇന്റർനാഷണൽ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ്. സാഹിത്യ മേഖലയിൽ നൽകുന്ന അവാർഡുകൾ, അത് സ്റ്റേറ്റ് ലെവലിൽ കേരള ഗവൺമെന്റ് നൽകുന്ന അവാർഡുകളുണ്ട്. അതായത് ഇപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ ഓടക്കുഴൽ അവാർഡ്, ഇത്തരത്തിലുള്ള അവാർഡുകളുണ്ട്. നാഷണൽ ലെവലിൽ കൊടുക്കുന്ന അവാർഡുകളുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ കൊടുക്കുന്നത് ലൈക്ക് ബുക്കർ പ്രൈസ്, അങ്ങനത്തെ അവാർഡുകളുണ്ട്. അതാണ് നമ്മളിവിടെ 6th സബ് ടോപ്പിക്കിൽ പഠിക്കുക. അടുത്തത് എന്താണ്, ജ്ഞാനപീഠ് അവാർഡ് 1 കേരളൈറ്റ്സ്. അപ്പൊ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുള്ള മലയാളികള് കേരളൈറ്റ്സ് ആണ് ഇവിടെ നമ്മൾ സംസാരിക്കുക. അടുത്തത് എന്താ, മലയാളം ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പത്രങ്ങൾ അല്ലെ. ആദ്യമായിട്ടുണ്ടായ പത്രം ഏതാണ് മലയാളത്തിലെ, രാജ്യസമാചാരമാണ്. സോ രാജ്യസമാചാരം മുതലുള്ള പത്രങ്ങള്, പ്രധാനപ്പെട്ട മാഗസിൻസ്, അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിക്കും അതിനെ കുറിച്ച്. 9ാമത്തെ സബ് ടോപ്പിക്കിലേക്ക് വരുമ്പം മലയാള സിനിമയാണ് അല്ലെ, മലയാള ചലച്ചിത്ര മേഖലയെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒറിജിൻ, ഗ്രോത്ത്, മേജർ കോൺട്രിബ്യൂഷൻസ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മലയാളം മൂവീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ പഠിക്കാനുണ്ട്, 9ാമത്തെ സബ് ടോപ്പിക്കിൽ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കടക്കാൻ പോകുന്നത് ഏത് ടോപ്പിക്കിലേക്ക്, നമ്മുടെ ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കില്ലേ, ലിറ്റററി മൂവ്മെന്റ്സ് ഇൻ മലയാളം. സോ ലിറ്റററി മൂവ്മെന്റ്സ് ഇൻ മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന ഒരു ലിറ്റററി മൂവ്മെന്റ് മലയാളത്തിൽ എന്ന് പറയുന്നതാണ് പാട്ട് പ്രസ്ഥാനം കേട്ടോ. പാട്ട് പ്രസ്ഥാനം.
പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്, പാട്ട് പ്രസ്ഥാനം ഏകദേശം ഒരു 12-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെ വികസിച്ച് വന്ന ഒരു സാഹിത്യ ശാഖയാണ് പാട്ട് പ്രസ്ഥാനം. സോ പാട്ട് പ്രസ്ഥാനം എന്താണ് ഈ പാട്ട്? ഓക്കെ, പാട്ട് എന്ന് പറയുന്നതിന് ഒരു ലക്ഷണമുണ്ട്. ഓക്കെ, ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ മെതുക മൗന വൃത്തവിശേഷ യുക്തം പാട്ട്. ഇതാണ് പാട്ടിന്റെ ലക്ഷണം. ഇതാരും കേട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്കിത് പഠിക്കാനൊന്നുമില്ല. സോ ഈ പാട്ടിന്റെ ലക്ഷണം എന്താണ്? പാട്ട് എന്നുള്ളതിന്റെ ലക്ഷണം പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ലീലാതിലകം. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബുക്കാണ് ലീലാതിലകം. ഓക്കെ, അപ്പൊ പാട്ടെന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദ്രമിഡ സംഘാതാക്ഷരത്തിൽ എഴുതപ്പെട്ടത്, ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴിൽ എഴുതപ്പെട്ടതും യദുക മോന എന്നീ പറയുന്ന പ്രാസങ്ങളോട് കൂടിയതും ആയിട്ടുള്ള ഒരു കാവ്യശാഖ അല്ലെങ്കിൽ ഒരു സാഹിത്യ ശാഖയാണ് പാട്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും മനസ്സിലാക്കാനില്ല. അതാണ് പാട്ട് എന്ന് പറയുന്നത്. സോ ഈ പാട്ട് തമിഴ് സ്ക്രിപ്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതില് യദുക മോന എന്ന് പറയുന്ന പ്രാസങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. യദുക മോന. ഓക്കെ, ഇത്രയാണ് പാട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഈ പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യത്തെയും പാട്ട് പ്രസ്ഥാനത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ്. പാട്ട് പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അതിൽ ആദ്യമായിട്ടുണ്ടായ പാട്ട് പ്രസ്ഥാനത്തിലെ കൃതിയാണ് രാമചരിതം കേട്ടോ, രാമചരിതം. ഈ രാമചരിതം എഴുതിയതാണ് ചീരാമകവി. ചീരാമകവി. അപ്പോ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു രാമചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത്. രാമചരിതത്തിലാണെങ്കിൽ 164 സ്റ്റാൻസയും 1814 കപ്ലെറ്റ്സും ഉണ്ട്. രാമചരിതത്തിന്റെ ചാപ്റ്റേഴ്സിനെ നമ്മൾ പടലം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ, പടലം. അതുപോലെ പാട്ട് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് തിരുനിഴൽമാല. ഇത് തിരുവാറന്മുള അപ്പനെ പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണ്. ഓക്കെ, രാമചരിതം എന്താ നമ്മൾ പറഞ്ഞ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് രാമചരിതം എന്ന് പറയുന്നത്. തിരുനിഴൽമാലയാണെങ്കിൽ തിരുവാറന്മുള അപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്, ഒരു കാവ്യമാണ്. അത് എഴുതിയിട്ടുള്ളതാണെങ്കിൽ ഗോവിന്ദ കവിയാണ്, ഗോവിന്ദ കവി. ഇനി ഈ പാട്ട് പ്രസ്ഥാനത്തില് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എന്താണ് മൈൽ സ്റ്റോൺ ഉണ്ടാവുന്നത് കണ്ണശ കവികളുടെ വരവോട് കൂടിയിട്ടാണ്. കണ്ണശ കവികളെ നമ്മൾ നിരണം കവികൾ എന്നും കൂടി വിളിക്കുന്നുണ്ട്. സോ ഈ ഒരു നിരണം കവികൾ അല്ലെങ്കിൽ ഈ കണ്ണശ കവികൾ എന്ന് പറയുന്ന 3 ആളുകളാണ്. ഈ 3 കവികളാണ് ആരൊക്കെ? മലയങ്കീഴ് മാധവൻ, വെള്ളാങ്ങല്ലൂർ ശങ്കരൻ ആൻഡ് നിരണത്ത് രാമൻ. നമ്മൾ ഇവരെ ബ്രീഫ്ലി മാധവൻ, ശങ്കരൻ, രാമൻ എന്നാണ് വിളിക്കുന്നത്. മാധവൻ, ശങ്കരൻ, രാമൻ 3 കവികൾ കേട്ടോ. അപ്പൊ അവര് നമ്മൾ എന്താ വിളിച്ചത്? കണ്ണശ കവികൾ എന്നാണ്. കണ്ണശ കവികൾ. നിരണം കവികൾ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്, നിരണം കവികൾ. ഇതിൽ ഇവരുടെ വർക്കുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയങ്കീഴ് മാധവനാണ് ഭഗവത്ഗീതയുടെ ഒരു മലയാളം വേർഷൻ എഴുതിയത്. മലയങ്കീഴ് മാധവൻ. ഇനി ശങ്കരന്റെ പ്രധാന വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഭാരതമാലയാണ്, ഭാരതമാല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നൽകിയതാണെങ്കിൽ നിരണത്ത് രാമനാണ്. രാമൻ എഴുതിയ വർക്കിന്റെ പേരാണ് കണ്ണശ രാമായണം. കണ്ണശ രാമായണം. ഇത് മലയാളത്തിലെ ആദ്യത്തെ കംപ്ലീറ്റ് രാമായണമാണ്, പൂർണ്ണ രാമായണം. ദിസ് ഈസ് ദ ഫസ്റ്റ് കംപ്ലീറ്റ് രാമായണ റിട്ടൺ ഇൻ മലയാളം. ഓക്കെ, നമ്മൾ രാമചരിതം നോക്കുകയാണെങ്കിൽ രാമചരിതം ഒരു കംപ്ലീറ്റ് രാമായണം ആയിരുന്നില്ല അല്ലെ, അതിൽ യുദ്ധകാണ്ഡം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോ കംപ്ലീറ്റ് രാമായണം എന്ന് പറയുന്നത് കണ്ണശ രാമായണമാണ്. അത് എഴുതിയതാണെങ്കിൽ ആരാണ്? നിരണത്ത് രാമൻ. അടുത്ത ഒരു പ്രധാനപ്പെട്ട വർക്കാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്ന ഒരു വർക്കാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, കൃഷ്ണഗാഥ. ഇതാരാണ് എഴുതിയത്? ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയത്. 15-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ, 15th സെഞ്ചുറിയിൽ.
അപ്പോ കോലോത്തുനാടിലെ രാജാവായിരുന്ന ഉദയവർമ്മ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം എഴുതിയതാണ് ചെറുശ്ശേരി ഈ കാവ്യം എന്ന് പറയപ്പെടുന്നത്. ഇത് മഞ്ചരി വൃത്തത്തിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മുടെ പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട കൃതിയാണ് രാമകഥപ്പാട്ട്. ഇതാരാണ് എഴുതിയത്? അയ്യപ്പിള്ളി ആശാനാണ്. അയ്യപ്പിള്ളി ആശാൻ. അപ്പം ഈ രാമകഥ പാട്ട് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പാടിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു എവിഡൻസ് ഉണ്ട്. ചന്ദ്രവളയം എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് പാടിക്കൊണ്ടിരുന്നത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചന്ദ്രവളയം. ഈ പാട്ട് പ്രസ്ഥാനത്തിലെ പിറവി കൊണ്ട മറ്റുള്ള കൃതികളാണ് വാസുദേവസ്തവം, അവതരണ ദശകം, ദശാവതാര ചരിതം, ചെല്ലൂർ നാദസ്തവം, രാമായണ കീർത്തനം ആൻഡ് ഭദ്രകാളി സ്തവം. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? നമ്മുടെ ആദ്യത്തെ കൃതിയല്ല. ആദ്യത്തെ കൃതി രാമചരിതം ചീരാമ കവി എഴുതിയ കൃതിയാണ്. 12ാം നൂറ്റാണ്ടില് ഒക്കെ എഴുതിയ കൃതിയാണ്. അപ്പൊ അത് പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ്. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ കണ്ണശ കവികളെ കുറിച്ച് പറഞ്ഞു, കൃഷ്ണഗാഥയെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് പാട്ട് പ്രസ്ഥാനത്തിന്റെ ഓരോരോ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് മാർക്ക് ചെയ്തിട്ടുള്ള കാവ്യങ്ങൾ എന്ന് പറയുന്നത്. അതർ കാവ്യങ്ങൾ നമ്മൾ പറഞ്ഞത്, അതായത് ഇപ്പൊ തിരുനിഴൽ മാലയാണെങ്കിലും ഒക്കെ, അതൊക്കെ രാമകഥ പാട്ടും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാവ്യങ്ങളാണ്. അതിന്റെ ഓതേഴ്സിന്റെ പേരും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ പാട്ട് പ്രസ്ഥാനത്തിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സാഹിത്യ പ്രസ്ഥാനമുണ്ട്. അതിന്റെ പേരാണ് മണിപ്രവാള പ്രസ്ഥാനം. ഈ മണിപ്രവാള പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ പാട്ട് പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ലക്ഷണങ്ങൾ പറയുന്നത് ഒരേ ബുക്കിൽ തന്നെയാണ്. ലീലാതിലകം, 14ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ലീലാതിലകം. സോ ഈ ലീലാതിലകം ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആ ലീലാതിലകം എഴുതിയ ആളെ നമ്മൾ വിളിക്കുന്നത് ലീലാതിലകകാരൻ എന്നാണ് കേട്ടോ. ലീലാതിലകകാരൻ. സോ മണിപ്രവാള പ്രസ്ഥാനം, അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മുടെ PSCയുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇൻഡിവിജ്വൽ കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻജിയോൺ ലേണിംഗിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ ആൻഡ് അറ്റൻഷൻ നൽകിക്കൊണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് PSCയുടെ ഇനി വരുന്ന എല്ലാ എക്സാംസിനുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.